ഓണക്കാലം എന്നാൽ സമൃദ്ധിയുടെ കാലമെന്ന് പറയുമ്പോഴും അരിയും പച്ചക്കറിയും അടക്കം പല നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുത്തനെ കൂടുകയാണ്. അതിനൊപ്പം പലവ്യഞ്ജനങ്ങൾക്കും അരിക്കും 10 ദിവസത്തിനുള്ളിൽ വൻതോതിലാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. സർവ്വമേഖലയിലും വിലക്കയറ്റം എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ വരവ് പുറത്തുനിന്നാണ് എന്നതാണ് വലിയൊരു ആശങ്ക. ഓണക്കാലം എന്നാൽ സമൃദ്ധിയുടെ കാലമാണ്. എന്നാൽ ഇപ്പോൾ ഓണക്കാലമെന്ന് പറയുമ്പോഴും അരിയും പച്ചക്കറിയും അടക്കം പല നിത്യോപയോഗ സാധനങ്ങൾക്കും വില കുത്തനെ ഉയരുന്നു. അരിക്കൊപ്പം പലവ്യഞ്ജനങ്ങൾക്കും 10 ദിവസത്തിനുള്ളിൽ വൻതോതിലാണ് വില ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുന്നത്. സർവ്വമേഖലയിലും വിലക്കയറ്റം. ഓണം ഉണ്ണാൻ കാത്തിരുന്ന മലയാളികൾക്ക് ഇത്തവണ കടുത്ത നിരാശയാണിത് സമ്മാനിക്കുന്നത്. ഓണമെത്താൻ ആഴ്ചകൾ മാത്രം ശേഷിക്കെ അവശ്യവസ്തുക്കളുടെ വില കുതിച്ചുയർന്നത് വലിയ തിരിച്ചടി തന്നെയാണ്. മഴക്കെടുതി മൂലം വലിഞ്ഞിരിക്കുന്ന കർഷകർക്കും കച്ചവടക്കാർക്കും ഇരട്ടി പ്രഹരം തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തിന് ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കാൻ പോലും പെടാപ്പാട് പെടുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പച്ചക്കറി മുതൽ അരിക്കും പഞ്ചസാരയ്ക്കും ഇറച്ചിക്കും വരെ പൊള്ളുന്ന വില. മാറിയ കാലാവസ്ഥയും ഇതര സംസ്ഥാനങ്ങളിൽ ഉൽപാദനം കുറഞ്ഞതുമാണ് ഇപ്പോൾ കേരളത്തെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് പച്ചക്കറികൾക്കും വില കൂടുന്നത് പതിവാണെങ്കിലും ഇത്തവണ നേരത്തെ തന്നെ കമ്പോളം പൊള്ളുകയാണ്. ഇതര സംസ്ഥാന പച്ചക്കറികൾക്ക് വില കൂടിയതും മഴക്കാലത്ത് പച്ചക്കറി ഉൽപാദനം കുറഞ്ഞതും ഇപ്പോൾ നാടൻ പച്ചക്കറികളുടെ വില വർധനയ്ക്ക് കാരണമായി എന്ന് പറയാം. ഓണം വരെ ഇനി വില കുറയാൻ സാധ്യതയില്ലെന്നും വ്യാപാരികൾ പറയുന്നു. അരിക്കും കോഴിക്കും മാത്രമല്ല, ബിരിയാണിക്ക് ദമ്മിടുന്ന മൈദയ്ക്കും വരെ വില കൂടിയിരിക്കുന്നു. എന്തിന് കത്തിക്കുന്ന ചിരട്ടിക്കും വരെ ഇരട്ടിയായി വില വർദ്ധിച്ചു. ഇതോടെ കേറ്ററിംഗ്, ഹോട്ടൽ വ്യാപാരികൾ വൻ നഷ്ടത്തിലാണ് മുന്നോട്ടു പോകുന്നത്. അതായത് ഇപ്പോൾ മലയാളികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമായ ചോറിനും വില ഇരട്ടിച്ചിരിക്കുന്നു. എല്ലാ അരിക്കും 6 മുതൽ 8 രൂപ വരെയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ചോറിന് മറ്റെന്തെങ്കിലും മാർഗം ഇനി കണ്ടെത്തേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ, സംസ്ഥാനത്ത് രൂക്ഷമായ വിലക്കയറ്റം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അരിക്കച്ചവടത്തിൽ സാധാരണക്കാർക്ക് വൻ തിരിച്ചടിയാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മട്ടവട അരിക്ക് കിലോയ്ക്ക് 50 രൂപയിൽ നിന്ന് 65 രൂപയായും, സുലേഖ അരിക്ക് 45 നിന്ന് 55 രൂപയായും, ജയ അരിക്ക് 45 നിന്ന് 54 രൂപയായും ഉയർന്നു. അരിവില വർദ്ധിച്ചതോടെ ഹോട്ടലുകളിൽ ഊണിന് 90 രൂപ മുതൽ 100 രൂപ വരെ നൽകേണ്ടി വരും. അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരു കൃഷിക്കാലം നഷ്ടമായതാണ് പ്രതിസന്ധിക്ക് കാരണം. മാത്രമല്ല, പലവ്യഞ്ജനങ്ങളുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. പഞ്ചസാരയ്ക്ക് കിലോയ്ക്ക് 55 രൂപയായി ഉയർന്നു. ഉഴുന്നുവില 150ലേക്കും എത്തി. കാശ്മീരി മുളകിന് 150 രൂപയാണ് വർദ്ധിച്ചത്. പയറിന് കിലോയ്ക്ക് 20 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. അയൽ സംസ്ഥാനങ്ങളായ കർണാടക, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ മഴ കുറഞ്ഞത് വിളവെടുപ്പിനെ കാര്യമായി ബാധിച്ചു. മാത്രമല്ല, സംസ്ഥാനത്ത് കോഴിമുട്ടയുടെ വിലയും കുതിച്ചുയരുകയാണ്. മുട്ടവില ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ ഉള്ളത്. 10 രൂപ വരെയാണ് ചിലയിടങ്ങളിൽ ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.